അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. Where is it? I can't see it. Julia, I think it's inside there. Oh my God! അതിലെ കൂടെ പോയാലോ? ആ വഴി കൂടെ കയ്യാലോ? പോവാൻ പാടില്ലേ? എന്താ പൂച്ചയാ? That's a cat. Oh, super. നല്ല രസല്ലേ? ഇവിടെ ആരുമില്ല അല്ലേ? ഒരു എന്താ പറ്റിയൊരു എപ്പോക്ലിപ്സ് പോലെ ഇതൊരു സോംബി എപ്പോക്ലിപ്സ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ആ മറ്റേ ബാംഗ്ലൂരിലാണ് ഓർമ്മയുണ്ട്. അവിടെ റൗണ്ടിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് ഓർമ്മയില്ല. തിരിക്കുണ്ട് ഫോട്ടോ എടുക്കാറുള്ളൂ. ഒരു ദിവസം നേരത്തെ എനിക്ക് എപ്പോൾ നേരത്തെ എനിക്കാം മഴയില്ലാത്ത ദിവസം നമുക്ക് നടക്കാറിങ്ങനെ. ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയില്ല ഞാൻ ഇപ്പോഴൊരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യണില്ല. എനർജി കൂടുള്ളൂ ഇത്ര ദൂരം നടന്നത്. അതാണ് ഈ നമ്മുടെ വായുവിന്റെ പ്രത്യേകത. നല്ല ഓക്സിജൻ കിട്ടല്ലേ? ഇവിടെ എവിടെയെങ്കിലും നല്ല ഇത് സ്കൂളാ? എന്ത് അഗ്രികൾച്ചർ? അത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഹൈസ്കൂള്. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടാ? 10th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട്. LKG മുതൽ. അവിടെ സ്ലൈഡ് അത് അല്ലല്ലേ? അവിടെ സ്ലൈഡാണോ? സ്ലൈഡാ. വേറെ എവിടെയെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് വ്യൂസ് ഉണ്ടാവോ? വ്ളോഗ്സിലിടാനാ? എന്റെ 3rd ചാനലിടാനാ. എന്റെ ഉമ്മ അവിടെ പോയാലോ? പെട്ടെന്ന് ഷെയ്ക്ക് ചെയ്യരുത്. അവിടെ പോയാലോ? അവിടെ പോയി എന്തായിരിക്കും? അത് ഷേക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നടക്കും മൂവിയും അറിയാതെ ഷേക്ക് ചെയ്ത് പോവാം. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റിക്ക് വാങ്ങണമെന്ന് പറയണേ. അല്ല ഗോപ്രോ അങ്ങനെ അപ്പൊ ഒരു ഷേക്കിംഗ് ഉണ്ടാവില്ല. ഇല്ല സ്റ്റിക്ക് ഇല്ല ചേട്ടൻ
അല്ല കാറിലൊക്കെ പോകുമ്പോ അത്ര മൂവ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ടല്ല കൂടാതെ ആ ചേട്ടന്റെ മൊബൈലിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ല, അങ്ങനെ പറ്റില്ല. നമ്മള് ഫോൺ ഷേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ആവും. ആവില്ല, ഇങ്ങനെ ആവില്ല. മൊബൈൽ ഉണ്ട്, പക്ഷെ ക്യാമറ കൂടുതൽ യൂസ് ചെയ്യണത്. എങ്ങനെയെങ്കിലും ഷേക്ക് ചെയ്താൽ ക്യാമറ സ്ട്രെയിറ്റ് ആയിരിക്കും. അങ്ങനത്തെ ക്യാമറാസ് ഉണ്ട്. ക്യാമറാസ് അല്ല, സ്റ്റിക്കാണ് വെക്കുന്നത്. സ്റ്റിക്ക് കാരണം സ്റ്റിക്കിലൊരു എന്തോ മൂവ്മെന്റ് ഉണ്ട്. കല്യാണത്തിൽ കണ്ടില്ലേ സ്റ്റിക്കും ക്യാമറയും? അതൊരു കോളേജല്ലേ? റൂംസ് ഉണ്ട്. എന്താ ബാങ്കിങ് മേഖല പഠിക്കുന്ന കോളേജാണ്. ഇവിടെ ഇപ്പൊ മെഡിക്കൽ ഇല്ലേ? ഇവിടെ മെഡിക്കൽ പഠിക്കില്ല, ഇത് അഗ്രിയല്ല, അഗ്രികൾച്ചർ ലാൻഡ്. അവിടെ ഒരാളുണ്ട്, അവിടെ ഒരാളുണ്ട്. സെക്യൂരിറ്റി ഇല്ലേ? ഇതൊക്കെ പഠിക്കണമെങ്കിൽ നല്ലോണം മാർക്ക് വെച്ചാൽ അഡ്മിഷൻ കിട്ടുള്ളൂ. എനിക്ക് അഗ്രികൾച്ചർ എത്ര അപ്പോഴാണ് ഇതിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പ്രൊഫസർ ആവണം. ഊഞ്ഞാലുണ്ട്, പ്രൊഫസർ ആവണം. എനിക്ക് ഊഞ്ഞാലുണ്ടാവും അറിഞ്ഞില്ല കോളേജില്. പ്രൊഫസർ കോളേജാണ്. കോളേജ് ഏതാ? കോർപ്പറേഷന്, ബാങ്കിങ്. അവിടെ നോക്കിയാ നല്ല സ്ഥലേ. നല്ല വ്യൂവാ. പ്ലെയിൻ എവിടെയോ ഉണ്ടല്ലോ. അവിടെ നഴ്സറി ഉണ്ട്. ഇവിടെ അപ്പൊ എപ്പോഴും പറയല്ലേ IAS പാസ്സാവണം. കോളേജ് ഓഫ് അഗ്രികൾച്ചർ. ഹെഡ് ആകുമ്പോ മോളുടെ പവർ നാലിച്ചേക്ക്. എന്താ അത്? കേരള അഗ്രികൾച്ചർ വരുമ്പോഴേക്ക് സെല്യൂട്ടിന്റെ കളിയാവും. അവിടെ ഹെഡ് ഡൈനിങ്, അവിടെ വർക്ക് ഉണ്ടാവില്ല. പക്ഷെ അതിഷ്ടമില്ലാത്തത് എനിക്ക്. അവിടെ ഹെഡ് ഡൈനിങ്ങും കുറെ വർക്ക്സ് ഉണ്ടാവും. വർക്ക് ചെയ്യിപ്പിക്കണതാണ്. അല്ല, വർക്ക് അവർക്ക് കൊടുത്ത് അവരോട് ചെയ്യിപ്പിക്കലല്ലേ പണി. എംപ്ലോയറായി മാറല്ലേ. പക്ഷെ ഇതിന്റെ കാണാൻ പറ്റത്തില്ല. ലണ്ടനിലുള്ള ഹെഡിന്റെ ഡെസിഗ്നേഷൻ എന്താ പറയുക? വൈസ് ചാൻസലർ. ഷോർട്ടായിട്ട് പറയാ VC എന്ന് പറയും. വൈസ് ചാൻസലർ. ഇവിടെ ഓർമ്മയില്ല? ഓർമ്മ വരുന്നുണ്ടോ? ഇവിടെ എവിടെയോ സ്കൂട്ടർ വെച്ചിട്ടേ. ഇവിടെ സ്കൂട്ടർ വയ്ക്കുമ്പോൾ അവിടെ സ്കൂട്ടർ വെച്ചാലേ അവിടെ നായകൾ ഉറങ്ങാ. മെമ്മറി അപ്ഡേറ്റ് ചെയ്തു വന്നതുകൊണ്ടല്ലേ പറ്റിയത്. മെയിൻ എൻട്രൻസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഓരോ ബിൽഡിങ്ങിനും പറഞ്ഞ് ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണ്, അങ്ങനെ പറഞ്ഞ് ഷൂട്ട് ചെയ്ത് തന്നെ വീഡിയോ ഇടണം. ഇതായാ എനിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ബ്ലോഗറാകുക. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇടാം. ഇതൊക്കെ നമ്മുടെ ഹോം പ്ലേസിന്റെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നത് വേൾഡില്. വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. മെയിൻ എൻട്രൻസിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ ഇവിടെയാണല്ലോ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി സ്ഥലമാണോ? അല്ല, ക്യാൻറ്റീന് എവിടെയാ? സെൻട്രൽ ടെക്നോളജി മ്യൂസിയം. ഇത് ആരെ ഫോട്ടോ ഇല്ല, വായിച്ചു നോക്ക്. സി അച്യുത മേനോൻ, ചീഫ് മിനിസ്റ്റർ. അച്യുത മേനോൻ.